സ്റ്റുഡൻസ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ഷെയർ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം? ഇവയ്ക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് വിച്ച് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ് ആസ് റിഗാർഡ്സ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഈവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഒരു കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ എടുത്തിരിക്കുന്ന വ്യക്തികൾക്കാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടിലും കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. ഏതിൻ്റെ കാര്യങ്ങളിൽ? ഒന്ന്, കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിലും അവരുടെ ക്യാപിറ്റൽ റീപേയ്മെന്റ് ചെയ്യുന്ന കാര്യത്തിലും. ഈ രണ്ട് കാര്യത്തിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ പരിഗണന കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർസിനാണ്. ഓക്കെ. Fixed rate of dividend is paid on preference shares before any dividend is paid on equity shares. ഇപ്പോഴും കിട്ടുന്ന ലാഭത്തിൽ ആദ്യം മുൻഗണന കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോഴും അവർക്കാണ് ആദ്യം അവരുടെ ക്യാപിറ്റൽ റീപേ ചെയ്യുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ ഹോൾഡേഴ്സിനെ കാട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രിഫറൻസ് ഷെയറിന്റെ ഫീച്ചേഴ്സ് എന്താണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയും, അവർക്ക് ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് ഫിക്സഡ് റേറ്റിൽ കിട്ടുന്നു എന്നുള്ളത്. ഡിവിഡൻഡ് എപ്പോഴും കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ തന്നെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുന്നേ തന്നെ കൊടുക്കപ്പെടുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും വോട്ടിംഗ് റൈറ്റ് ഇല്ല, എക്സെപ്റ്റ് ഇൻ സം സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒഴികെ അവർക്ക് എന്തില്ല, ഒരു വോട്ടിംഗ് റൈറ്റ് ഇല്ല. ദീസ് ആർ റിഡീമബിൾ വിതിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. എന്നാണോ ഇത്തരത്തിലുള്ള ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അതുമുതൽ 20 വർഷക്കാലം ആണ് ഇതിന് കൈവശം വെക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഒരിക്കലും 20 വർഷത്തിന് അപ്പുറത്തേക്ക് ഇത് കൈവശം വെക്കാൻ സാധ്യമല്ല. നോൺ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഡസ് നോട്ട് ക്രിയേറ്റ് എ ചാർജ് ഓൺ അസറ്റ് ഓഫ് ദ കമ്പനി. ഏതെങ്കിലും സാഹചര്യവശാൽ പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും കമ്പനിയുടെ അസറ്റിന്റെ മുകളിൽ ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. ഇതൊരു ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. കാരണം ചില ഫീച്ചേഴ്സ് ഇവയ്ക്ക് ഇക്വിറ്റി ഷെയർസിൻ്റെയും ചിലത് ഡിബഞ്ചേഴ്സിൻ്റെയും ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അത് രണ്ടും കൂടി ചേർന്നത് കൊണ്ടാണ് ഹൈബ്രിഡ് എന്ന് പറയാൻ കാരണം. ഡിബഞ്ചേഴ്സിൻ്റെയും ഇക്വിറ്റി ഷെയർസിൻ്റെയും ചില ഫീച്ചേഴ്സ് ഇവയിൽ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ഒന്നും ഒഴിവാക്കാനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് പറയുന്ന ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് പ്രധാനമായിട്ടും 6 തരത്തിലാണ് ഉള്ളത്. അതിൽ 6 തരം എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ക്യുമുലേറ്റീവ്, സെക്കൻഡ് വൺ നോൺ ക്യുമുലേറ്റീവ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നായിട്ട് പരിഗണിക്കാം. ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് എന്ന് പറയാം. രണ്ടാമത്തെ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയാം. മൂന്നാമത്തത് കൺവേർട്ടബിൾ ആൻഡ് ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും 6 എണ്ണമായിട്ട് തന്നെ പറയാം. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. എന്താണ് ഈ ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൂട്ടി വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും വർഷം നമുക്ക് ഡിവിഡൻഡ് തരാൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിലേക്ക് കൂടി ക്യാരി ഫോർവേഡ് ചെയ്യുകയും വരും വർഷങ്ങളിൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ആ സമയത്ത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. അതിനെയാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്തായിരിക്കും? ഇതിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇവിടെ ഡിവിഡൻഡ്, അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ സാധിക്കാതെ വരുന്നതിനാണ് അരിയർ എന്ന് പറയുന്നത്. ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവുമ്പം പിന്നുള്ള വർഷങ്ങളിൽ ആ കൊടുക്കാത്ത ഡിവിഡൻഡും കൂടി കൊടുക്കപ്പെടും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു വർഷം പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ വർഷത്തെ ഡിവിഡൻഡ് നമുക്ക് കിട്ടില്ല. പക്ഷെ അതൊരിക്കലും അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയോ അക്യൂമുലേറ്റ് ചെയ്യുകയോ ചെയ്യപ്പെടുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് ഇഫ് എനി ഇയർ കമ്പനി കനോട്ട് പേ ഡിവിഡൻഡ്, ഏതെങ്കിലും ഒരു വർഷം കമ്പനിക്ക് ഡിവിഡൻഡ് പേ ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ ഇൻ ഫുൾ ഡ്യൂ ടു ഇൻആഡക്വസി ഓഫ് പ്രോഫിറ്റ്, എന്തുകൊണ്ടാണ്? അവർക്ക് മതിയായ അളവിൽ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട്. ദീസ് ഷെയർസ് ഡു നോട്ട് ഗെറ്റ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് സബ്സീക്വൻറ്റ് ഇയേഴ്സ്. പിന്നീടുള്ള വർഷങ്ങളിൽ കമ്പനിക്ക് ചിലപ്പോൾ നല്ല ലാഭം ഉണ്ടായിന്ന് വരാം. പക്ഷെ ആ ലാഭത്തിൽ നിന്ന് ഒരിക്കലും
മുൻ വർഷം കൊടുക്കാൻ സാധിക്കാത്ത ഡിവിഡൻഡ് കൊടുക്കപ്പെടുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് നോൺ ക്യുമുലേറ്റീവിൻ്റെ പ്രത്യേകത. അടുത്തത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം അവർക്ക് എപ്പോഴും ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് കിട്ടുന്ന ആളുകളാണ് ഇവർ. പക്ഷെ അതിന് പുറമെ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലൊരു വൻ ലാഭം, സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഷെയർ കൂടി കിട്ടാനുള്ള ഒരു അവകാശം ഈ തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കും. ലെഫ്റ്റ് ആഫ്റ്റർ പേയിങ് എ റീസണബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. അതായത് റീസണബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർസിനും കൊടുത്തതിന് ശേഷവും ലാഭമുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂടി ഒരു ഷെയർ കിട്ടാനുള്ള അർഹത ഉള്ള ആളുകളായിരിക്കും. In addition to fixed rate of dividend, these shares have the right to participate in the surplus profit left after paying a reasonable rate of dividend on equity shares. നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനം കൊടുക്കപ്പെടുന്നത് ആരുടെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തിട്ടും പിന്നീടും സർപ്ലസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം വീണ്ടും അധികമായിട്ട് കിട്ടാൻ റൈറ്റുള്ളവയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്തായിരിക്കും? അവർക്ക് ആ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. അവർക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്ന് ഷെയർ ഒന്നും കിട്ടുന്നില്ല. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. കൺവേർട്ടബിൾ, ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന പ്രിഫറൻസ് ഷെയറിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാവുന്നതാണ്. അവയ്ക്ക് പ്രത്യേക ഒരു അവകാശമാണ് കൊടുക്കുന്നത്, റൈറ്റ് ഓഫ് കൺവേർഷൻ. നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം, മാറ്റം കൊണ്ടുവരാം. എങ്ങനെ? ഇക്വിറ്റി ഷെയർ ആയിട്ട്. എപ്പോൾ? വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. അതിനൊരു നിശ്ചിത കാലയളവ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഡേറ്റ് ഉണ്ടായിരിക്കും അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ഇഷ്യൂ. അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ നിയമപ്രകാരം ആ പറയുന്ന കാലയളവിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈവശമുള്ള പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ആറാമത്തെ പോയിന്റിലാണ് ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, CCP ഷെയർസ് എന്ന് പറയും, ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ. അപ്പോൾ ഇതൊരു പുതിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. CCP എന്നാണ് അറിയപ്പെടുന്നത്. 85 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇക്വിറ്റി ഷെയർ ആയിട്ട്. എത്ര വർഷത്തിനുള്ളിൽ? വാങ്ങിയതിന് ശേഷം 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഇവയെ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം. ഷെയർ ഹോൾഡേഴ്സിന് എൻടൈറ്റിൽ ടു റിസീവ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഇഫ് എനി ഈവൺ ആഫ്റ്റർ കൺവേർഷൻ. ഇനി 5 വർഷത്തിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഇവയെ ഇക്വിറ്റി ഷെയർ ആക്കുകയും ഇനി പ്രിഫറൻസ് ഷെയർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള റേറ്റ് ഉണ്ടായിരിക്കും. ഇവയുടെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10% ആയിരിക്കും. ഫേസ് വാല്യൂ ഓഫ് ദീസ് ഷെയർസ് വിൽ ജനറലി ബി 100. നോർമലി ഇത്തരത്തിലുള്ള ഷെയറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 100 രൂപയായിരിക്കും. ആൻഡ് ഈ ഷെയർസിനെയാണ് നമുക്ക് ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് പറഞ്ഞ കാലയളവിനുള്ളിൽ മാറ്റാൻ സാധിക്കുന്നത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമേ ഇങ്ങനെ CCP ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്ന 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് സെക്യൂരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡിബഞ്ചറിൻ്റെയും ഇക്വിറ്റിയുടെയും സം ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളത്. ഡിവിഡൻഡ് റേറ്റ് എപ്പോഴും ഇക്വിറ്റിയിൽ ഫിക്സഡ് അല്ല, പക്ഷേ പ്രിഫറൻസിൽ റേറ്റ് ഈസ് ഫിക്സഡ്. ഡിവിഡൻഡ് എപ്പോഴും കിട്ടുന്നത് ഏറ്റവും അവസാനമായിരിക്കും. ഇവർക്കോ ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻഡ് കിട്ടുന്നതായിരിക്കും. ക്യാപിറ്റൽ എപ്പോഴും റീപേ ചെയ്യുന്നത് ഈവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്, കമ്പനി അടച്ചു പൂട്ടുന്ന ഒരു സമയത്ത് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കപ്പെടുകയുള്ളൂ. അതേസമയം നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് മാക്സിമം 20 വർഷം വരെ കൈവശം വയ്ക്കുകയും 20 വർഷം കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ തിരിച്ച് റീപേ ചെയ്യേണ്ടതുമാകുന്നു. അഞ്ചാമത്തേൽ ദീസ് ഷെയർസ് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു വോട്ടിംഗ് റൈറ്റ് ഇല്ല. നോമിനൽ വാല്യൂ, ഒരു ഷെയറിൻ്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇവിടെ. പക്ഷേ നോമിനൽ വാല്യൂ എപ്പോഴും പ്രിഫറൻസ് ഷെയറിൽ കൂടുതലായിരിക്കും. എക്സ്പെൻസ് വളരെ കുറവാണ്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എക്സ്പെൻസ് വളരെ കുറവാണ്.
പക്ഷേ പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് രണ്ടാളുകൾക്കാണ്. ഒന്ന് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുള്ള ഗുണം എന്താണ്, ഷെയർ ഹോൾഡർക്ക് എന്താണെന്നുള്ളത്. ഫസ്റ്റ് പറയുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് എപ്പോഴും കൊടുക്കേണ്ടത് എപ്പോഴാണ്, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇറ്റ് ഈസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. കാരണം 20 വർഷം വരെ നമുക്ക് ആ ക്യാപിറ്റൽ കൈവശം വെക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ലോങ് ടേം സോഴ്സ് കൂടിയാണ് കമ്പനിയെ സംബന്ധിച്ചോളം. പ്രിഫറൻസ് ഷെയർസിന് ഒരിക്കലും വോട്ടിംഗ് റൈറ്റ് ഇല്ല നോർമൽ സർക്കംസ്റ്റൻസ് പ്രകാരം. അതുകൊണ്ട് തന്നെ അവരുടെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു പേടി ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമില്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആവശ്യമില്ല. കമ്പനിക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയാണ്. വെൻ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹയർ ദാൻ ദ റേറ്റ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണേക്കാൾ കൂടുതലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അവർക്ക് ഇക്വിറ്റീൻ്റെ ബേസിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അവിടെ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് എപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിലെ ഒരു അസറ്റിൻ്റെ മുകളിലും ഒരു ചാർജ് ആയിട്ടല്ല ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയറിനെക്കാട്ടിലും ലോവർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ബിഫോർ ഇറ്റ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഡിവിഡൻഡ് കിട്ടാനുള്ള ഒരു പ്രിഫറൻസ് ഉണ്ടായിരിക്കും. പ്രിഫറൻസ് ഷെയർസ് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ റീപേ ചെയ്തതിന് മുന്നേ തന്നെ ഇത് റിട്ടേൺ ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഫിക്സഡ് ഇൻകം കിട്ടും. ഡിവിഡൻഡ് അരിയർ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് പവർ എക്സൈസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇവ തമ്മിലുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് കമ്പനിക്കും ഷെയർ ഹോൾഡേഴ്സിനും. കമ്പനിയെ സംബന്ധിച്ചോളം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡെറ്റിനേക്കാൾ കൂടുതലാണ്. ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർസ് ഒരിക്കലും ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നതല്ല. അതായത് പ്രിഫറൻസ് ഷെയറിന് നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു എന്ന് വിചാരിക്കുക, ആ ഡിവിഡൻഡ് കാണിച്ചുകൊണ്ട് നമുക്ക് ടാക്സിൽ നിന്ന് ഇളവ് ലഭിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ദേ ആർ ടു ബി റിഡീംഡ് വിത്തിൻ പീരീഡ് ഓഫ്. ഇനി ഇങ്ങനെ വാങ്ങിക്കുന്ന ക്യാപിറ്റൽ നമ്മൾ നിർബന്ധമായും 20 വർഷത്തിനുള്ളിൽ റീപേ ചെയ്യേണ്ടതാണ്. ഇനി റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, നോ ഡിവിഡൻഡ് ഇൻ കേസ് ഓഫ് ലോസസ് ഓർ ഇൻആഡക്വേറ്റ് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥ, ലോസ് സംഭവിക്കാം, അപ്പോൾ അവിടെ ഒരു ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല എന്നൊരു റിസ്ക് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് വിൽ ബിക്കം എ പെർമനൻറ്റ് ബർഡൻ. എപ്പോഴും ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്നേക്കും ഒരു ഭാരമാണ്. ക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വർഷം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കില്ല, അത് വരും വർഷങ്ങളിലെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കേണ്ടതാണെന്നാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ അതൊരു ഭാരമായിട്ട് നമുക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ചില കാര്യങ്ങളിൽ മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഷെയറിൻ്റെ വാല്യൂ അവിടെ കൂടുന്നില്ല. അവർക്ക് ഒരിക്കലും ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടുന്നില്ല. ഹൈ പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്ന സമയത്തും അവർക്ക് ഫിക്സഡ് റേറ്റ് മാത്രമായിരിക്കും കിട്ടുക. ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും ഒരു കമ്പനിയുടെ ഒരു അസറ്റിൻ്റെ മുകളിലും ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ച് മാത്രം പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാം ഈ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബ്ലംസ് ഇല്ല, പക്ഷേ പകരം എല്ലാ തിയറിയും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അതിൻ്റെ ടൈപ്സ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക, ഡിഫറൻസ് പഠിക്കുക, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കുക. അഡ്വാൻറ്റേജ് കമ്പനിക്കും ഷെയർ ഹോൾഡർക്കും, കമ്പനിക്കും ഷെയർ ഹോൾഡർക്കുള്ള ഡിസഡ്വാൻറ്റേജും പഠിക്കുക. അപ്പോൾ ഇത്രയാണ് പ്രിഫറൻസിനെ കുറിച്ച് മാത്രം നമുക്ക് പറയേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഇക്വിറ്റി കംപ്ലീറ്റ് ആയി പറഞ്ഞു. ഇതെല്ലാം നമുക്കൊരു കമ്പനിക്ക് ഫണ്ട് ആവശ്യമായി വരുമ്പം ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ കൺവെൻഷനലി നമ്മൾ കൊണ്ടുവരുന്ന മാർഗ്ഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇക്വിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തു. ഇവിടെ പ്രിഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. കാണാത്ത ആളുകൾ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. എന്നാൽ മാത്രമായിരിക്കും ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്